ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം വൈഷ്ണവി. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയട്ടെ. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് നോയ്സ് കേൾക്കാം. ഫാൻ ഇട്ടൊക്കെയായിരുന്നു. ഈ ചൂടത്ത് ഫാൻ ഇടാതിരിക്കാൻ പറ്റാത്തോണ്ടാണ് കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം വോയിസ്, ഈ ബാക്ക്ഗ്രൗണ്ട് വോയിസ് കട്ട് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എന്നിട്ട് ഒരു ശല്യമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ചൂടായോണ്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ സ്കിൻ കെയർ റുട്ടീനെ പറ്റിയാണ്. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ സ്കിൻ കെയർ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എങ്ങനെ ഒരു സ്കിൻ കെയർ ജേർണി സ്റ്റാർട്ട് ചെയ്യണം എന്ന് അറിയാതെ സ്റ്റക്ക് ആയിട്ട് ഇരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എന്റെ സ്കിൻ കെയർ ജേർണി എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് എന്റെ സ്കിൻ കെയർ ജേർണി സ്റ്റാർട്ട് ചെയ്തത്, അതേപോലെ ഒരു ബേസിക് ആയിട്ട്, വളരെ ബേസിക് ആയിട്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ജേർണി അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെ ഫോളോ ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കാൻ പോകുന്നത്. ഇത് ഗേൾസിന് മാത്രമുള്ള വീഡിയോ അല്ല, ഗേൾസ് ആൻഡ് ബോയ്സ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ബോയ്സും നല്ലപോലെ സ്കിൻ കെയർ ചെയ്യുന്നവരാണ്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്, അതും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? വീഡിയോ കാണുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം വായു, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ എന്റെ സ്കിൻ കെയർ ജേർണി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ സ്കിൻ കെയർ ജേർണി ഞാൻ പ്രോപ്പർ ആയിട്ട് തുടങ്ങിയിട്ട് ഒരു 3 വർഷം ആയതേ ഉള്ളൂ. കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും ഞാൻ ഭയങ്കരമായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. വല്ലപ്പോഴും ഹോം റെമഡീസ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ടെന്ന് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും ഒരു മണ്ടിയായിരുന്നു തോന്നുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ കാപ്പിപ്പൊടി, പഞ്ചസാര, അല്ലെങ്കിൽ തേന്, അരിപ്പൊടി, മുൾട്ടാണി മിട്ടി, ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഹോം റെമഡീസ് ആയിരുന്നു ട്രൈ ചെയ്യാറുള്ളത്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഹോം റെമഡീസ് ഞാൻ കുറെ ട്രൈ ചെയ്യാറുണ്ട്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പക്ഷെ കണ്ടിന്യൂസ്ലി ഹോം റെമഡീസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്ന് വെച്ചാൽ വീക്കിലി വൺസോ ട്വൈസോ നമുക്ക് ഒരു ഹോം റെമഡി ട്രൈ ചെയ്യാം, അല്ലാതെ എന്നും നമുക്ക് ഈ എന്താ പറയാ ഹോം റെമഡീസ് ട്രൈ ചെയ്തത് അത്ര നല്ലതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാനൊരു 3 വർഷമായിട്ടാണ് പ്രോപ്പർ ആയിട്ട് എന്റെ സ്കിൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും. അങ്ങനെ ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോഴാണ് എന്റെ ഫേസിൽ നല്ല ഡിഫറൻസ് വന്നത്. ടാൻ ഇഷ്യൂ ആയാലും കളറിലുള്ള എന്റെ ഫേസിന്റെ കളർ, മീൻസ് ഞാൻ കളർ എന്ന് ഉദ്ദേശിച്ചത് ഭയങ്കരമായിട്ട് വെളുത്തു അല്ലെങ്കിൽ അങ്ങനല്ല. നമുക്ക് ഈ ടാൻ ഒക്കെ അടിച്ചിരുന്ന ആ സ്കിന്നിനെ ഒന്ന് ഹെൽത്തി ആയത് ഈ 3 വർഷത്തെ എന്റെ സ്കിൻ കെയർ റുട്ടീൻ കൊണ്ടാണ്. അപ്പം ഇനി എന്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതും ഒരു ബേസിക് സ്കിൻ കെയറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ആദ്യം തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ഫ്രണ്ട് പറഞ്ഞു ഈ പ്രോഡക്റ്റ് അവൾക്ക് നല്ലപോലെ എഫക്റ്റ് ആയി എന്ന്, പക്ഷെ ഞാൻ യൂസ് ചെയ്തപ്പം എനിക്ക് വലിയ റിസൾട്ട് ഒന്നും കിട്ടിയില്ല. ഇങ്ങനെ പലരും പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടാറില്ലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടും, ചിലപ്പോൾ റിസൾട്ട് കിട്ടില്ല. അങ്ങനെയുള്ള സ്റ്റേജിലുള്ള കുറെ പേരെ എനിക്കറിയാം. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന്റെ പ്രോഡക്റ്റ് അല്ലായിരിക്കും വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. മേ ബി നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞു തന്ന പ്രോഡക്റ്റ് ആ ആളുടെ ഫേസിനോ അല്ലെങ്കിൽ ആ ആളുടെ ഫേസിന്റെ ഇഷ്യൂസിനൊക്കെ ഭയങ്കര സ്യൂട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ആളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. പക്ഷെ അത് നിങ്ങളിലേക്ക് വരുമ്പോൾ അത് നിങ്ങളുടെ സ്കിന്നിന്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പോ അനുസരിച്ചുള്ളതല്ലായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ഒരു പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ആണോ എന്ന് മനസ്സിലാക്കുക. സോ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് അറിയില്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ സ്കിൻ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വീഡിയോ പ്രത്യേകം ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് വൺ, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യുക. ഇനി നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വളരെ സിമ്പിൾ ആക്കി വെക്കുക. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് വെക്കുക, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. സോ ഫസ്റ്റ് വൺ, ക്ലെൻസിങ്. നല്ല ഒരു ക്ലെൻസറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഫേസ് വാഷ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. നിങ്ങളൊരു മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പും അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുമ്പം നല്ലപോലെ ഫേസ് വാഷ് വെച്ച് ഫേസ് കഴുകി ഇതിന് ശേഷം മാത്രം മേക്കപ്പിലായാലും അല്ലെങ്കിൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ, മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ഡ്രൈനെസ് കുറയ്ക്കാനും, ഡ്രൈനെസ്സിൽ കൂടെ ഉണ്ടാകുന്ന റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ഇതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ മോയ്സ്ചറൈസർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഒരു ഏജിങ് ഫാക്ടറിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി മോയ്സ്ചറൈസർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ മോയ്സ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക.
ആൻഡ് തേർഡ് വൺ, സൺസ്ക്രീൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ എന്റെ സ്കിൻ കെയർ ജേർണിൽ ഒരു പരിധി വരെ സൺസ്ക്രീൻ യൂസ് ചെയ്തിരുന്നില്ല. സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അത് എത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെന്നോ, അത് ഏതൊക്കെ രീതിയിൽ നമ്മുടെ ഫേസിനെ പ്രൊട്ടക്ട് ചെയ്യും ടാനിങ്ങിൽ നിന്ന്, അതേപോലെ ഈ ചില ഇച്ചിങ്ങിൽ നിന്ന്. നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ചിലപ്പോൾ ഭയങ്കര റെഡ് ആയിട്ട് ഇച്ചിങ് ഒക്കെ വരും. അപ്പൊ ഈ ഈ സൺസ്ക്രീൻ നിങ്ങളെ അതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഒരിക്കലും നിങ്ങൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ വീടിനകത്തിരിക്കുകയാണ്, രാത്രി ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും സൺസ്ക്രീൻ യൂസ് ചെയ്തോ. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്തോ, നല്ലതാണ്. നിങ്ങൾക്ക് ഒരു കുഴപ്പവും സൺസ്ക്രീനിൽ നിന്ന് വരില്ല. പ്രോപ്പർ ആയിട്ടുള്ള സൺസ്ക്രീനിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സ്കിൻ ടൈപ്പ് അനുസരിച്ച് മാത്രം സൺസ്ക്രീനിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആൻഡ് ഫോർത്ത് വൺ, ലിപ് ബാം. നമ്മൾ ടിൻഡഡ് ലിപ് ബാംസ് യൂസ് ചെയ്യുന്നവരാണല്ലേ, കളേർഡ് ആയിട്ടുള്ള ലിപ് ബാംസ്, ഈ റെഡ് കളർ അങ്ങനത്തെ ടിൻഡഡ് ലിപ് ബാംസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് മാറ്റി വെച്ച്, അല്ലെങ്കിൽ അതിന്റെ കൂടെ SPF ഉള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുക. അത് നിങ്ങളുടെ ലിപ്സിനെ ഡ്രൈനെസ്സിൽ നിന്നും അല്ലെങ്കിൽ പിഗ്മെന്റേഷനിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ ടിൻഡഡ് ലിപ് ബാംസ് യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പം നിങ്ങളുടെ ലിപ്സ് കറക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പൊ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരൊക്കെയാണ്. സോ ഇതിൽ നിന്നൊക്കെ നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ ലിപ്സിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ SPF ഉള്ള ലിപ് ബാം നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തതിന് മുമ്പായിട്ട് ഈ ലിപ് ബാം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സോ ലിപ് ബാം, SPF ഉള്ള ലിപ് ബാം കൂടെ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഫോളോ ചെയ്യുക. സോ ഇതൊക്കെയാണ് ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ. ആൻഡ് രാത്രിയിൽ നിങ്ങൾ ഇതേപോലെ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ രാത്രിയിൽ, പിന്നെ ലിപ് ബാം ഇങ്ങനെ ഫോളോ ചെയ്താൽ മതി AM ആൻഡ് PM. സോ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ചെറിയ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക. എപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, ഏത് പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ആ പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഈ പ്രോഡക്റ്റ് കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കാൻ പറ്റില്ല. അതിന് നിങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കണം, ഹെൽത്തി ഫുഡ് കഴിക്കണം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഇൻടേക്ക് നന്നായാൽ മാത്രമേ നമ്മുടെ സ്കിൻ ഗ്ലോയി ആയിട്ടൊക്കെ ഇരിക്കും. അല്ലാതെ കുറെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം ഉപയോഗിച്ച് എന്ന് പറഞ്ഞ് നന്നാവില്ല. കുറെ വെള്ളം കുടിക്കുക. ഞാൻ വെള്ളം കുടിക്കാൻ പൊതുവെ മടിയുള്ള ഒരാളാണ്. ഈ വീഡിയോ ഇപ്പൊ അമ്മ കാണുവാണെങ്കിൽ വിചാരിക്കും ഇവിടെ വെള്ളം കുടിക്കാറുണ്ടോന്ന്. ഞാനും വെള്ളം കുടിക്കാൻ മടിയുള്ള ഒരാളാണ്. അതിൻ്റെതായ പ്രശ്നങ്ങൾ എനിക്കും ഉണ്ട്. സോ നല്ല ഫുഡ് കഴിക്കുക, സമയത്തിന് ഫുഡ് കഴിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി ഫുഡ് കഴിക്കുക. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിക്കാതെ ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫേസ് ഇങ്ങനെ നല്ല ഗ്ലോയി ആയിട്ടിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് വലിയ എഫക്ട്സ് ആണ് തരുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. വളരെ സിമ്പിൾ ആണല്ലേ, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ രാത്രി നിങ്ങൾ ഒരു കാര്യം പറയാൻ വന്നു, നിങ്ങൾ മേക്കപ്പ്, ഫൗണ്ടേഷൻ, കൺസീലർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ രാത്രിയിൽ ഉറപ്പായിട്ടും അതൊന്ന് ഫേസ് വാഷ് ഇട്ട് നല്ല പോലെ നിങ്ങളുടെ ഫേസിലെ എല്ലാ മേക്കപ്പും റിമൂവ് ചെയ്തിട്ട് ഈ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യണം കേട്ടോ. അല്ലാതെ അതേ മേക്കപ്പ് കൊണ്ട് കിടന്ന് ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ള ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എനിക്കറിയാവുന്ന പോലെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയില്ല, എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഗൈസ്. ബൈ.